ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് എങ്ങനെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. അതിൻ്റെ ടെക്നിക്ക് എന്താണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു തിയറമാണ്. അതായത് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? എൻ എ റേസ് ടു എൻ മൈനസ് എന്ന് എഴുതാം. ഞാൻ ഒന്നും കൂടെ വിശദമാക്കാം. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ഫംഗ്ഷൻ, നിങ്ങളുടെ ഫംഗ്ഷൻ എക്സ് റൈസ് ടു എൻ മൈനസ് എ റൈസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന രൂപത്തിലാണ്. കൂടാതെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എന്ന ഫോമിലും ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടി ആൻസർ എഴുതാം എൻ എ റേസ് ടു എൻ മൈനസ് വൺ എന്ന് എഴുതാവുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എക്സ് റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 3. നോക്കൂ, ഇത് ഈ ഒരു രൂപത്തിലാണ് കിടക്കുന്നത്. നമ്മുടെ ഫംഗ്ഷൻ എക്സ് റേസ് ടു എൻ, എക്സ് റേസ് ടു 5, എന്നിന് പകരം 5, ഓക്കെ, എക്ക് പകരം 3, എന്നിന് പകരം 5, എക്ക് പകരം 3, ആ രൂപത്തിലാണ് കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? മറ്റൊന്നും ആലോചിക്കേണ്ട, നമുക്ക് ഡയറക്റ്റായിട്ട് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സാധാരണ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് കണ്ടെത്തിയപ്പോൾ എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ചെയ്തത് 3 എന്ത് ചെയ്യും? എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കും. എക്സിൻ്റെ സ്ഥാനത്ത് 3 ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ അതായിരുന്നു ആ പോളിനോമിയൽ ഫംഗ്ഷൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം, നിങ്ങൾക്ക് എക്സിൻ്റെ വാല്യൂ 3 ഇട്ട് കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്തായിരിക്കും? എക്സ് റേസ് ടു 5 3 റേസ് ടു 5 മൈനസ് 3 റേസ് ടു 5 ഡിവൈഡ് ബൈ 3 മൈനസ് 3, അതായത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 0/0 എന്നായിരിക്കും. അത് ഈ ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്. നമുക്ക് ഈ രൂപത്തിൽ എഴുതി അവസാനിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനാണ് നമ്മൾ ഈ ഒരു തിയറം പഠിക്കുന്നത്. ഈ രൂപത്തിലാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഫോർമുല അപ്ലൈ ചെയ്യാം. എൻ എ റേസ് ടു എൻ മൈനസ് 1. എൻ ഏതാണ്? എൻ എന്ന് പറയുന്നത് 5 ആണ്. എക്സ് റേസ് ടു എന്താണോ അതാണ് എൻ, അതായത് എക്സ് റേസ് ടു 5 ആണ്, അതാണ് എൻ. 5 ഇൻറ്റു എ, എ ഇവിടെ 3 ആണ്. 3 റേസ് ടു 5 മൈനസ് 1, ആൻസർ 5 ഇൻറ്റു 3 റേസ് ടു 4 എന്ന് വരും. 3 റേസ് ടു 4 എന്ന് പറയുന്നത് 81 ആണ്. 5 ഇൻറ്റു 81 ആയിരിക്കും ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്. ലിമിറ്റ് എക്സ് റേസ് ടു 15 മൈനസ് 1. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 10 മൈനസ് 1. ഇതാണ് നമ്മളുടെ ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ലിമിറ്റ്. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് സാധാരണ അറിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിമിറ്റ് എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്നായിരുന്നെങ്കിൽ എഴുതാമായിരുന്നു. അതായത് ഇങ്ങനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 റേസ് ടു 15 ഡിവൈഡ് ബൈ എക്സ് മൈനസ് 1 എന്ന രൂപത്തിലായിരുന്നെങ്കിൽ നമ്മൾ പഠിച്ച തിയറോ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവിടെ പ്രശ്നം ആ രൂപത്തിലല്ല. പക്ഷെ ഒന്ന് നോക്കൂ, ന്യൂമറേറ്ററിൽ എക്സ് റേസ് ടു 15 മൈനസ് 1 എന്നാണ്. പക്ഷെ നമുക്കത് 1 റേസ് ടു 15 എഴുതുന്നതിൽ തെറ്റില്ല. കാര്യം 1 റേസ് ടു എന്ത് നമ്പർ തന്നെയാണെങ്കിൽ അത് 1 തന്നെ ആയിരിക്കും. പക്ഷേ എക്സ് ഡിവൈഡ് ബൈ 1 ഇല്ല, അതൊരു പ്രശ്നമാണ്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ഈ ഒരു ലിമിറ്റിനെ ഞാൻ മറ്റൊരു ഫോമിലോട്ട് മാറ്റി എഴുതുന്നു. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ലിമിറ്റ്, നമുക്കറിയാം ലിമിറ്റ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് എന്ത് ചെയ്യാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റേസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ ലിമിറ്റ് എക്സ് റേസ് ടു 1 എക്സ് റേസ് ടു 10 മൈനസ് 1 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യാം, ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ആ ഫ്രാക്ഷൻ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമുക്കത് ഇവിടെ ഉപയോഗിക്കാം. നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് 1 കൊണ്ട് ഞാൻ അങ്ങ് ഡിവൈഡ് ചെയ്തു. കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ഫ്രാക്ഷൻ്റെ മുകളിലും താഴെ ഏത് നമ്പർ കൊണ്ട് വേണമെങ്കിലും മൾട്ടിപ്ലൈയും ചെയ്യാം, ഒരേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡും ചെയ്യാം. പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ആ ഫ്രാക്ഷന് മാറ്റം വരില്ല.
ഞാനിവിടെ എന്താ ചെയ്തത്, ഈ ഫംഗ്ഷൻ്റെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എക്സ് മൈനസ് വൺ എന്ന് പറയുന്ന ഒരു ആളെ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നോക്കൂ, ഇവിടെ 1/15 എഴുതുന്നതിലും തെറ്റില്ല. കാര്യം 1 എന്ത് തന്നെയാണെങ്കിലും അത് 1 തന്നെ. ഇവിടെ 1/10 എന്ന് എഴുതുന്നതിലും തെറ്റില്ല. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, നമ്മൾ പഠിച്ച തൊട്ട് മുമ്പ് പഠിച്ച ആ തിയറം ഇവിടെ അപ്ലൈ ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് റൈസ് ടു 15. ഇവിടെ n എന്ന് പറയുന്നത് 15 ആണ്. ഇൻറ്റു എന്തായിരുന്നു ഫോർമുല, n a റൈസ് ടു n മൈനസ് 1 എന്നായിരുന്നു നമ്മൾ അത്ര എഴുതേണ്ടത്. അപ്പോൾ n ഇവിടെ 15 ആണ്. 15 ഇൻറ്റു a എന്താണ് 1 റൈസ് ടു 15 മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ n 10 ആണ്. 10 ഇൻറ്റു 1 റൈസ് ടു 10 മൈനസ് 1 1 റൈസ് ടു 15 മൈനസ് 1 1 തന്നെയാണ്. 1 റൈസ് ടു 10 മൈനസ് 1 അത് പിന്നെയും ആൻസർ 1 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ആൻസർ ആയിപ്പോൾ നമുക്ക് ആൻസർ കിട്ടുക 15/10 എന്നായിരിക്കും. ഒന്നുകിൽ 3/2 എന്ന് എഴുതാം, അല്ലെങ്കിൽ 1.5 എന്ന് എഴുതാം. രണ്ടും സെയിം ആണ്. ഓക്കെ, ശരിയാക്കിയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് മൈനസ് 1 ബൈ എക്സ്. അപ്പോൾ നമ്മൾ നോർമലി ചെയ്യാറുള്ളത് എന്താണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു നോക്കും. ഇവിടെ എക്സ് ടെൻസ് ടു 0 ആണ്. ഡയറക്റ്റ് ആയിട്ട് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്നത് താഴെ ഒരു 0 വരും. നമുക്ക് കൃത്യമായിട്ടൊരു ഫോർമാറ്റിലോട്ട് പോകാൻ കഴിയില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്ക് ഉപയോഗിക്കാം. ഓക്കെ, നോക്കൂ, നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് 1 പ്ലസ് എക്സിനെ ഞാൻ ടി എന്ന് വിളിക്കും. ഈ റൂട്ടിൽ കിടക്കുന്ന 1 പ്ലസ് എക്സിനെ ടി എന്ന് വിളിക്കും. ടി എന്ന് വിളിച്ചു കഴിഞ്ഞാൽ എക്സ് എന്തായിരിക്കും, 1 പ്ലസ് എക്സിനെ ടി എന്ന് വിളിച്ചാൽ എക്സ് ടി മൈനസ് 1 ആയിരിക്കും. ഓക്കെ, 1 പ്ലസ് എക്സ് ടി ആണെങ്കിൽ നോക്കൂ, നമ്മുടെ ലിമിറ്റ് എവിടെ നിന്ന് എങ്ങോട്ടാണ്, എക്സിൽ ടെൻസ് ടു 0 ആണ്. അപ്പോൾ ടി എങ്ങോട്ടായിരിക്കും, എക്സ് 0 പോകുമ്പോൾ ടി എങ്ങോട്ട് പോകണം, എക്സ് 0 എടുക്കുമ്പോൾ ടി പോകുന്നത് 1 പ്ലസ് 0 അതായത് 1 ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ നമ്മളുടെ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഫംഗ്ഷനെ ഞാനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതുകയാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്നല്ല ഇനി എഴുതാൻ പോകുന്നത്, ടി ടെൻസ് ടു 1 എന്നാണ്. എന്തുകൊണ്ടാണ് ടി ടെൻസ് ടു 1 എന്ന് പറഞ്ഞതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. കാര്യം നമ്മളിപ്പോൾ 1 പ്ലസ് എക്സ് ആണ് ടി എന്ന് എടുത്തിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം എക്സ് 0 പോയി കഴിഞ്ഞാൽ 0 പ്ലസ് 1 എന്തായി മാറും, 1 ആയി മാറും. അതായത് ടി 1 പോകും. ഓക്കെ, ഇവിടെ നമുക്ക് റൂട്ട് 1 പ്ലസ് എക്സ് എന്താണ്, ടി മൈനസ് 1 ഡിവൈഡ് ബൈ എക്സ് എന്താണ്, എക്സ് ടി മൈനസ് 1. ഓക്കെ, ഇപ്പോഴും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ട് തോന്നുന്നില്ല. പക്ഷെ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ഒരു ഫംഗ്ഷനെ ഞാൻ മാറ്റി എഴുതാം. ലിമിറ്റ് ടി ടെൻസ് ടു 1 റൂട്ട് ടി എന്ന് പറയുന്നത് ടി റേസ് ടു 1/2 ആണ്. മറക്കരുത്, റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു 1/2 ആണ്. റൂട്ട് 3 എന്ന് പറഞ്ഞാൽ 3 റേസ് ടു 1/2 ആണ്. റൂട്ട് ടി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു 1/2. സോ ടി റേസ് ടു 1/2 മൈനസ് 1 നമുക്ക് ചുമ്മാ ഒരു 1 റേസ് ടു 1/2 എന്ന് എഴുതാം. ആർക്കും ഒരു പ്രശ്നമില്ല. കാര്യം 1 റേസ് ടു എന്ത് തന്നെ വന്നാലും അത് 1 തന്നെയാണ്. ഡിവൈഡ് ബൈ ടി മൈനസ് 1. ഇപ്പം നോക്കൂ, നമ്മൾ പഠിച്ച ഫോർമുലയായി ലിമിറ്റ് ടി ടെൻസ് ടു 1 ടി റേസ് ടു n. ഇവിടെ n എന്ന് പറയുന്നത് നമുക്ക് അപ്ലൈ ചെയ്യുന്ന ഫോർമുല n a റേസ് ടു n മൈനസ് 1. n എന്ന് പറയുന്നത് 1/2 ഇൻറ്റു a എന്താണ് 1 റേസ് ടു 1/2 മൈനസ് 1 1/2 മൈനസ് 1 റേസ് ടു എന്ത് തന്നെ വന്നാലും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആൻസർ 1/2 ആയിരിക്കും. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് ലിമിറ്റ് ഓഫ് എ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ലിമിറ്റ്സ് ഓഫ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ. ഓക്കെ, നമ്മൾ തൊട്ടുമ്പോൾ പഠിച്ചത് എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ എന്നൊരു ഫോർമുലയാണ് നിങ്ങളുടെ ഫംഗ്ഷൻ എങ്കിൽ അതിൻ്റെ ലിമിറ്റ് എങ്ങനെ കണ്ടെത്താമെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ്റെ അത് 2 ഇക്വേഷൻസ് പഠിച്ചാൽ മതി.
ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ്. അതായത് എക്സ് 0 ആയിട്ട് എടുക്കുമ്പോൾ അതിനർത്ഥം നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ് വളരെ 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 ചെറുതാണെങ്കിൽ 0യോളം ചെറുതാണെങ്കിൽ 0 ആണെന്നല്ല 0യോളം ചെറുതാണെങ്കിൽ സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് ഒരു ഇക്വേഷൻ. ഓക്കെ, അടുത്തത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. ഇത് 1 തന്നെയായിരിക്കും. ഓക്കെ, സോറി, ഇത് 0 ആയിരിക്കും. ഇത് 0 ആയിരിക്കും. ഓക്കെ, അതായത് നമുക്കിത് ഇവിടെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് ഇസിക്കൽ 0 ആയിരിക്കും. ഈ രണ്ട് ഫോർമുല നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം. രണ്ട് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഇസിക്കൽ 1ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഇസിക്കൽ 0യും ആയിരിക്കും. ഇത് മറക്കാതെ പഠിക്കുക. ശരി, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് ബേസ് ചെയ്ത കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റ് സൈൻ 4x ബൈ സൈൻ 2x. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x ബൈ സൈൻ 2x. നമ്മൾ പഠിച്ച സാധനമേ അല്ല. നമ്മൾ സൈനുമായിട്ട് പഠിച്ചത് ആകെ പഠിച്ചത് എന്താണ്? നമുക്കറിയാവുന്നത് ഞാൻ ഇവിടെ എഴുതാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് ഈസിക്കൽ ടു 1. ഇതാണ് നമുക്ക് അറിയാവുന്നത്. പക്ഷെ അവരുടെ ക്വസ്റ്റ്യൻ ഇതല്ല, ഒരു ബന്ധവും കാണുന്നില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം? ഏതാണ്ട് ആ ഫോർമുലയിലോട്ട് മാറ്റാം. അതായത് നമുക്കിതിനി ഇങ്ങനെ എഴുതാമായിരുന്നു. ലിമിറ്റ് 4x ടെൻസ് ടു 0 എക്സ് ടെൻസ് ടു 0 ആകുമ്പോൾ 4x ടെൻസ് എന്തായിരിക്കും? 0 തന്നെ ആയിരിക്കും. കാര്യം എക്സ് 0 എടുക്കുമ്പോൾ 4 × x 0 തന്നെ പോകും. സൈൻ 4x ബൈ 4x എന്തായാലേ 1 ആയാലേ. ഈ എക്സിന്റെ സ്ഥാനത്ത് എന്ത് തന്നെ എഴുതിയാലും കുഴപ്പമില്ല. സൈൻ എ ടെൻസ് ടു 0 സൈൻ എ ബൈ എ എന്ന് എഴുതിയാലും 1 തന്നെ. സൈൻ പി ടെൻസ് ടു 0 സൈൻ ബി ബൈ പി എന്ന് എഴുതിയാലും 1 തന്നെ. അതുപോലെ തന്നെ ലിമിറ്റ് 4x ടെൻസ് ടു 0 സൈൻ 4x ബൈ 4x 1 തന്നെ. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യാം? എനിക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഈ ലിമിറ്റ് സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 4x. ഡിനോമിനേറ്ററിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ 2x. ഓക്കെ, അപ്പോഴും നമുക്കിവിടെ സൈൻ 4x ബൈ 4x എന്ന് എഴുതാനുള്ളൊരു മാർഗ്ഗമില്ല. പ്രശ്നമില്ല, നമുക്ക് എന്ത് ചെയ്യാം? അത് എഴുതി ചേർക്കാം. ലിമിറ്റ് 4x ടെൻസ് ടു 0. കാര്യം എക്സ് ടെൻസ് 0 ഞാനിപ്പോൾ 4x ടെൻസ് 0 എന്ന് എഴുതിയാലും വലിയ മാറ്റങ്ങളൊന്നും വരാൻ പോകുന്നില്ല. കാര്യം എക്സ് ടെൻസ് 0 ആണെങ്കിൽ 4x ടെൻസ് 0 തന്നെ ആയിരിക്കും. 5x ടെൻസ് 0 തന്നെ ആയിരിക്കും. കാര്യം എക്സ് ചെറുതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായും 4 × x ചെറുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, 4x ടെൻസ് 0 സൈൻ 4x ഡിവൈഡഡ് ബൈ 4x എന്ന് ഇവിടെയും കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഞാനൊരു 4x കൊണ്ട് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യാം. അപ്പോൾ പിന്നെ പ്രശ്നമില്ല. ഈ 4x പോയി കഴിഞ്ഞാൽ പഴയ തന്നെ കിട്ടും. അപ്പോൾ അത് ന്യൂമറേറ്ററിൻ്റെ കാര്യം ഓക്കെ ആയി. ഇനി ഡിനോമിനേറ്ററിൽ ലിമിറ്റ് ഇവിടെ 2x ആണ്. അപ്പം 2x ടെൻസ് 0 സൈൻ 2x ബൈ 2x കൊടുക്കാം. ഇവിടെ ഒരു 2x കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് നോക്കണം. ഈ സൈൻ ഇവിടെ ഒരു എക്സ് ഇവിടെ ഒരു എക്സ് നമുക്കിതങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ ഒരു × 4 ഒരു × 2 ഉണ്ട്. നമുക്ക് ഇതും കൂടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 കിട്ടും. ഓക്കെ, ഈ 2 കോൺസ്റ്റൻ്റ് അങ്ങ് പുറത്തെടുക്കാം. അപ്പോൾ 2 പുറത്ത് വരും. ബാക്കിയുള്ളത് നമുക്ക് നോക്കാം. ഇതെന്താണ് സാധനം? ലിമിറ്റ് 4x ടെൻസ് ടു 0 സൈൻ 4x ബൈ 4x. നമുക്കറിയാം അക്കോർഡിംഗ് ടു ദിസ് റിലേഷൻ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. ദറ്റ് ഈസ് 2 × ന്യൂമറേറ്റർ 1 ആയി. താഴെ ലിമിറ്റ് 2x ടെൻസ് 0 സൈൻ 2x ബൈ 2x അതും 1 തന്നെയാണ്. ദറ്റ് ഈസ് 2 × 1 2. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. അതായത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലിമിറ്റ് x ടെൻസ് ടു 0 tan x by x. ഓക്കെ, tan x by x. അതിൻ്റെ ആൻസറും tan x ടെൻസ് 0 ആയി പോകുമ്പോൾ tan x-ൻ്റെ വാല്യൂ x വളരെ വളരെ ചെറുതാണെങ്കിൽ, tan x അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു x തന്നെയാണ്. എക്സിൻ്റെ വാല്യൂ വളരെ വളരെ ചെറുതാണെങ്കിൽ tan x അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു x തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിത് എങ്ങനെ എഴുതാം? x ടെൻസ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? x ടെൻസ് 0 എന്ന് പറഞ്ഞാൽ x ചെറുതായിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അതിനർത്ഥം tan x അപ്രോക്സിമേറ്റ്ലി x ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനർത്ഥം tan x by x എന്തായിരിക്കും? tan x by x 1 ആയിരിക്കും. ഇതിൻ്റെ ആൻസർ 1 ആയിരിക്കും. ഇത് മതി. പക്ഷെ നിങ്ങൾക്കിത് അല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ലിമിറ്റ് നമുക്ക് പ്രൂവ് ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 0 tan x-നെ എനിക്ക് sin x by cos x എന്ന് എഴുതാം. sin x by cos x ഡിവൈഡ് ബൈ x. ഓക്കെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എനിക്കിതിനെ ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x cos x. നമുക്ക് എന്ത് ചെയ്യാം? sin x ബൈ x എന്നുള്ള സാധനം സെപ്പറേറ്റ് കൊടുക്കാം. ഇവിടെ ഒരു 1 ബൈ cos x സെപ്പറേറ്റ് കൊടുക്കാം. അപ്പോൾ എങ്ങനെ വരും? ലിമിറ്റ് x ടെൻസ് ടു 0 sin x ബൈ x സെപ്പറേറ്റ്, പിന്നെ ലിമിറ്റ് x ടെൻസ് 0 1 ബൈ cos x സെപ്പറേറ്റ്. അപ്പോൾ എന്ത് വരും? ലിമിറ്റ് x ടെൻസ് 0 sin x ബൈ x എന്താണ്? 1. ഇതിൻ്റെ ആൻസർ 1 ഇൻറ്റു ലിമിറ്റ് x ടെൻസ് 0 1 ബൈ cos x അറിയത്തില്ല. ലിമിറ്റ് x ടെൻസ് 0 1 ബൈ cos x നമുക്ക് എന്ത് ചെയ്യാം? x-ൻ്റെ വാല്യൂ 0 ആക്കി ആ ഫംഗ്ഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ 1 ബൈ cos 0 1. ആൻസർ 1 തന്നെ വരും. രണ്ട് രീതിയും ഓക്കെയാണ്. എക്സാമിന് ഇതായിരിക്കണം എഴുതേണ്ടത്. രണ്ടാമത് പറഞ്ഞതാണ് എക്സാമിന് എഴുതേണ്ടത്. ഓക്കെ, അപ്പം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.